Hi all, welcome to competitivecracker.psc. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു PSCയുടെ വിജ്ഞാപനം നിങ്ങളിലേക്ക് അറിയിക്കാനാണ്. അപ്പോൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 537/2022 എന്ന കാറ്റഗറിയിലായിട്ട് പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിയമന സാധ്യതയൊക്കെ വളരെ കൂടിയൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കാത്തിരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ആൺകുട്ടികൾക്കാണ്. വനിതാ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ളവർക്കും ഈ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. വനിതകൾക്ക് വേണ്ടി വനിതാ പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേറെ നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നോക്കി, നമുക്ക് ശമ്പളം വരുന്നത് നിങ്ങളൊന്ന് നോക്കണം. 31,100 മുതൽ 66,800 രൂപ വരെയാണ് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ആദ്യത്തെ നിയമനത്തിൽ തന്നെ നമുക്ക് 31,000 രൂപയോളം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് വെറും +2 മാത്രം മതി. +2 യോഗ്യതയുള്ള ഏതൊരു ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, നേടിയെടുക്കാൻ പറ്റുന്ന ഒരു PSCയിൽ നിന്ന് ഗവൺമെൻറ് ജോലി തന്നെയാണ്. അപ്പം നിങ്ങൾ ജോലി, അതായത് നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ +2 ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ്, വേറെ പല ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഒഴിവുകളുടെ എണ്ണം നമുക്ക് നോക്കി ബറ്റാലിയൻ തിരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ബറ്റാലിയൻ എന്ന് പറയുമ്പോൾ 6 ബറ്റാലിയനിലായിട്ടാണ് എക്സാം നടക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ഇതിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ ബറ്റാലിയനിലും ഉൾപ്പെടുന്ന ജില്ലകൾ ഏതാണെന്ന് കൂടി നമുക്ക് പറയാം. ചിലപ്പോൾ നമുക്ക് എന്താ, ഇപ്പോൾ ഇടുക്കിക്കും കോട്ടയത്തിനൊക്കെ ഒരുമിച്ചായിരിക്കും. അങ്ങനെ നമുക്ക് ചില ബറ്റാലിയനുകൾ ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കി, SAP ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലായിരിക്കും. തിരുവനന്തപുരം ജില്ലയുടെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത്. KAP 3 എന്ന് പറയുമ്പോൾ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട റവന്യൂ ജില്ലകളിലായിരിക്കും നമുക്ക് വരുന്നത്. KAP എന്ന് പറയുമ്പോൾ നോക്കി, കോട്ടയം, ഇടുക്കി റവന്യൂ ജില്ലകളാണ് കേട്ടോ. 5 എന്ന് പറയുമ്പോൾ KAP 5 എന്ന് പറയുമ്പോൾ അതിലേതൊക്കെയാ? കോട്ടയം, ഇടുക്കി റവന്യൂ ജില്ലകളാണ് വരുന്നത്. KAP 1 എന്ന് പറയുമ്പോൾ എറണാകുളം റവന്യൂ ജില്ലകളാണ് വരുന്നത്. അടുത്ത് നോക്കി, KAP 2 എന്ന് പറയുമ്പോൾ തൃശ്ശൂർ, പാലക്കാട് റവന്യൂ ജില്ലകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് നിയമനം കിട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ KAP 2 ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അടുത്ത് നോക്കി, MSP എന്ന് പറയുമ്പോൾ മലപ്പുറം, കോഴിക്കോട് റവന്യൂ ജില്ലകളാണ് വരുന്നത്. അപ്പോൾ മലപ്പുറം പോലീസ് ഡിസ്ട്രിക്ട്, കോഴിക്കോട് സിറ്റി ആൻഡ് റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റിൻ്റെ അടിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളിലേക്കായിരിക്കും നമുക്ക് നിയമനം കിട്ടുന്നത്. അടുത്ത് നോക്കിയ KAP 4 എന്ന് പറയുമ്പോൾ കണ്ണൂർ, വയനാട്, കാസർഗോഡ് റവന്യൂ ജില്ലകളിലായിരിക്കും നമുക്ക് നിയമനം കിട്ടുന്നത്. നമുക്ക് നോക്കി 7 ബറ്റാലിയനുകളാണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നോക്കി, നിങ്ങൾക്ക് ഇതിൽ അടുത്തത് അറിയേണ്ടത് നിയമന രീതി. അങ്ങനെ നേരിട്ടുള്ള നിയമന രീതിയാണ്. പ്രായപരിധിയാണ് കേട്ടോ കുറച്ചുകൂടി പ്രധാനപ്പെട്ടത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രായപരിധി നോക്കേ. 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ പഠിച്ചിറങ്ങി 26 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/1/1996 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ 2 ഡേറ്റും കൂടി ഉൾപ്പെടെയുള്ളതാണ് കേട്ടോ. അതായത് 2/1/1996 അല്ലെങ്കിൽ 1/1/2004 ഇടയിൽ ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി, ഒരു ആൺകുട്ടിയാണെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ OBC വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ 3 വയസ്സിൻ്റെ എക്സ്ട്രാ കിട്ടും. അതായത് ഉയർന്ന പ്രായപരിധി മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 29 വയസ്സ് വരെ, അതായത് OBCയിൽ പെടുന്നവർക്ക് 29 വയസ്സ് വരെയും പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സ് വരെയും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വിമുക്ത ഭടന്മാരോ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ 41 വയസ്സ് വരെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. യോഗ്യത എന്ത് മതി? ഹയർ സെക്കൻഡറി നിങ്ങളൊരു +2 പാസ്സായിരിക്കണം. അഥവാ തുല്യതാ പരീക്ഷ പാസ്സായവരായാലും മതി. അതായത് NIOSൻ്റെ ഒക്കെ +2 എഴുതിയെടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളിൽ എല്ലാവർക്കും സംശയമുള്ളത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശാരീരിക യോഗ്യതയൊക്കെ നോക്കണേക്കാൾ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. കുറേ ആൺകുട്ടികളൊക്കെ ആയിരിക്കും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ 26 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതൊന്നും ആൺകുട്ടികൾ പലപ്പോഴും അറിയാതെ പോകാറുണ്ട്. 26 വയസ്സിനൊക്കെ ശേഷമാണ് ഒരു കരിയറിനെ കുറിച്ചൊക്കെ കുറേ പേര് ചിന്തിച്ച് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക്
എല്ലാവർക്കും PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങളുടെ SSLC ബുക്ക്, +2, അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഒരു അക്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് PSCയിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. PSC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/1/2023 വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ശാരീരിക യോഗ്യതകളുണ്ട്. എന്താണ്? ഉയരം കുറഞ്ഞത് 168 സെൻറ്റിമീറ്റർ വേണം. എന്താണ്? 168 സെൻറ്റിമീറ്റർ ഉയരം വേണം. നെഞ്ചളവ് എന്ന് പറയുന്നത് കുറഞ്ഞത് 81 സെൻറ്റിമീറ്റർ, കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ വികാസവും വേണം കേട്ടോ. അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 160 സെൻറ്റിമീറ്റർ ഉയരവും 76 സെൻറ്റിമീറ്റർ നെഞ്ചളവും ഉണ്ടായിരുന്നാൽ മതിയാകും. എന്നാൽ നെഞ്ചളവിൻ്റെ വികാസം 5 സെൻറ്റിമീറ്റർ വേണമെന്ന നിബന്ധന പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കും നിർബന്ധമാണ് കേട്ടോ. കാഴ്ചശക്തി എന്ന് പറയുന്നത് ഊരക്കാഴ്ച 6/6, വലത് കണ്ണിന് 6/6, ഇടത് കണ്ണിനും 6/6, സമീപ കാഴ്ച എന്ന് പറയുന്നത് 0.5 ആയിരിക്കണം. അതുപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നത് വർണ്ണാന്തതയൊക്കെ ഉള്ളവർക്കൊന്നും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഈ എക്സാം നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഘട്ടങ്ങളിലായിട്ട് പ്രിലിംസും മെയിൻസ് എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ +2 പ്രിലിംസ് 2023 നടക്കുന്ന +2 പ്രിലിംസിൽ ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു മെയിൻസ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായുള്ളൊരു പഠനം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ്. പ്രിലിംസിന് വേണ്ടി നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റും. അപ്പോൾ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ +2 പ്രിലിംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സിലബസ് അനുസരിച്ച് വളരെ ബേസിക് തൊട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും പഠനമൊന്നും ഇല്ലാതിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ബേസ് തൊട്ട് പഠിപ്പിക്കുന്ന രീതിയിലാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഉറപ്പായിട്ടും 2023-24 ആകുമ്പോഴേക്കും നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ പറ്റുന്നു. അതും പോലീസ് പോലുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലെ ഒരു ഉദ്യോഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ കുറച്ച് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ഒരു 8 ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു 5 ഐറ്റം നമ്മൾ പാസ്സാവണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ എന്തായിട്ട് നമുക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/1/2023 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യുക. കൃത്യമായി പഠിച്ചിട്ട് നിങ്ങൾക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു സ്വപ്നം. അപ്പോൾ ഇന്ന് തൊട്ട് കൃത്യമായുള്ള പഠനമാണ് വേണ്ടത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.